അപ്പോൾ പലരും പറയുന്നത് വെച്ചാൽ മിലിറ്ററി വേഷത്തിൽ വന്നവരാണ് അറ്റാക്ക് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കരുതിയിട്ടുണ്ടാവും ഇത് ഇന്ത്യൻ മിലിറ്ററിയാണ് എന്ന് കരുതിയിട്ടുണ്ടാവും. പിന്നെ അവർ അറ്റാക്ക് ചെയ്യുന്നതിൽ അവരിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പേര് ചോദിച്ചിട്ടാണ്, അതൊന്നുമല്ല. പേരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് അവരുടെ ഒരു എയിമാണ്. നമ്മളുടെ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ള അവരുടെ എയിമാണ്. അതിൽ നമ്മൾ വിട്ടുപോകരുത് എന്നുള്ളതാണ്. പല സോഷ്യൽ മീഡിയ മലയാളം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി പോയി. കാരണം പലതും ഇതിനെ മതപരമായ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ കാശ്മീരി ജനത എന്ന് പറയുന്നവർ അവർ ഇന്ത്യയുടെ ഭാഗമാണ്. അവരുടെ ആത്മാവിൽ അത്ര, ഞങ്ങൾ ഓരോ ഘട്ടത്തിൽ അവരോട് സംസാരിക്കുമ്പോഴും നമുക്ക് അറിയാം, അവരുടെ ആത്മാവിൽ അത്രയും ഈ രാജ്യത്തോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിലുണ്ട്. അവരുടെ എല്ലാ വിശ്വാസത്തിൻ്റെയും ഭാഗമായും ഇപ്പോൾ ഈ വാർത്തയിൽ നമ്മൾ വായിച്ചല്ലോ, ബിസ്മില്ല എന്ന് വന്നിട്ടാണ് ഒരു ഫാമിലി അവർ രക്ഷപ്പെടുന്നുണ്ട്. അവരുടെ വിശ്വാസം അതാണെങ്കിലും ഈ വന്ന ഫാമിലി ഏതാണോ എന്താണോ നോക്കിയിട്ടല്ല. അപ്പോൾ ഒരാൾ പിന്നെ ഈ എന്താ പറയുക അക്രമിയുടെ തോക്ക് പിടിച്ചു വാങ്ങിയപ്പോഴാണ് മറ്റാൾ വെടിവെക്കുന്നത്. അയാളൊരു മുസ്ലിമാണ്, പക്ഷെ അതിൽ ഉപരി ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതാണ് അവരുടെ ഓരോ വാക്കുകളിലും ഞങ്ങൾക്ക് പ്രകടമായത്.